വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പീരീഡിൻ്റെ ആദ്യ ദിവസം മുതൽ എപ്പോഴും ഞാൻ ഈ പറയുന്ന 5 മാറ്റങ്ങൾ നിങ്ങൾക്ക് ശരീരത്തിൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾക്ക് അറ്റൻഷൻ കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പ്രഗ്നൻ്റ് ആകാനായിട്ട് അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കേട്ടോ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ആളുകൾ നമ്മുടെ ടിപ്സ് ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് വീഡിയോ ആയിട്ടും പോസ്റ്റായിട്ടും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസിനെ അപ്ലോഡ് ചെയ്യാനായിട്ട് കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം ഫുള്ളുള്ള സക്സസ് സ്റ്റോറീസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ കിടപ്പുണ്ട്. അത്രയും ഒരുപാട് പേർക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറഞ്ഞു തരുന്ന ടിപ്സ്. നേരെ മറിച്ച് ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം നമ്മുടെ ചാനലിലെ ടിപ്സും കൂടി ഫോളോ ചെയ്തിട്ട് ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് അത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ വന്ന് പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങൾ കൃത്യമായിട്ടൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നുണ്ട്, പക്ഷേ പ്രഗ്നൻ്റ് ആകുന്നില്ല, അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അതായത് റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഇഷ്യൂസ് എനിക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ മസ്റ്റായിട്ട് ഫുള്ളായിട്ട് കാണേണ്ട ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എന്താണെന്ന് നോക്കാം കേട്ടോ. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് വജൈനൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ്. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഒരുപാട് ആളോട് നമുക്ക് ഇൻറ്റിമേറ്റ് ആയിട്ട് തുറന്ന് സംസാരിക്കാനായിട്ട് പറ്റാത്തൊരു വിഷയമാണ് ഈ വജൈന എന്ന് പറയുന്നത്. ഇതിലുള്ള പല മാറ്റങ്ങളും അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പല റാഷസോ ഇച്ചിങ്ങോ ഒക്കെ ഒരാളോട് ഡോക്ടറോടാണെങ്കിൽ പോലും തുറന്നു പറയാനായിട്ട് മടിക്കുന്നവരാണ് പല സ്ത്രീകളും. ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ പലതും തന്നെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. വജൈനയിൽ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ക്യൂർ ചെയ്ത് പോകുന്നില്ല എങ്കിൽ നിങ്ങൾക്കറിയാം വജൈന വഴിയാണ് നാച്ചുറലി ഒരു പ്രോസസ്സിൽ കൂടി നമ്മൾ പ്രഗ്നൻ്റ് ആകുന്നത്. അതായത് ആ ഒരു ഓപ്പണിങ്ങിൽ കൂടി വേണം നമ്മുടെ ആ ഒരു സെമന് കൃത്യമായിട്ട് നാച്ചുറലി പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരുടെ സെമന് കടന്നു പോകാൻ വേണ്ടിയിട്ട്. ആ ഒരു പാത്ത്, ആ വജൈനൽ കനാൽ ഹെൽത്തി ആയിട്ടുള്ളതല്ലെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പായി പോകും. പലരും ഡോക്ടറോട് തുറന്ന് സംസാരിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ അശ്രദ്ധയോ അറിവില്ലായ്മയോ ഒക്കെ കൊണ്ടിട്ട് ഇതാണ് പ്രഗ്നൻസി ആകാത്തതിൻ്റെ റീസൺ എന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ പറയുന്ന 6 കാര്യങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വജൈനയിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം കേട്ടോ. അൺഹെൽത്തി വജൈനയുടെയും അതുപോലെ തന്നെ വജൈനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ഹെൽത്ത് ഇഷ്യൂസിൻ്റെയും കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ. ഏറ്റവും ആദ്യം നിങ്ങൾ നോക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് വേദനയുണ്ടോ എന്നുള്ള കാര്യമാണ്. നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പലർക്കും ആ ഒരു ഏറ്റവും ആദ്യം ഒന്ന് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ടാകാം. പക്ഷേ പിന്നെ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത തരത്തിലുള്ള വേദനകൾ ഉണ്ടാകുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. ചില ആളുകൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഫിസിക്കൽ കോണ്ടാക്ട് പെയിൻഫുൾ ആകുന്നത് അവിടെ ഡ്രൈനെസ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ഒട്ടും തന്നെ സെർവിക്കൽ മ്യൂക്കസ് ഇല്ല, ലൂബ്രിക്കേഷൻ ഇല്ല, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്കിങ്ങനെ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വജൈനൽ ഡ്രൈനെസ് ഇപ്പോൾ നിങ്ങൾ ഓവുലേഷൻ സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ മാത്രമല്ല, അതല്ലാത്ത സമയത്ത് പീരിയഡ്സ് ഒന്ന് സ്റ്റോപ്പായി പോയി അവിടെ ആ ഒരു ലിക്വിഡ്സ് ഒക്കെ പോകുന്നതൊക്കെ നിന്നിട്ട് ശേഷവും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വജൈനയിലൊരു ഡ്രൈനെസ് തന്നെയാണോ ഫീൽ ചെയ്യുന്നതെന്ന് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡ്രൈനെസ് ഉണ്ടാകുന്നത് നിങ്ങളുടെ ഒരു pH-നെയും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വജൈനയുടെ ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ആ കാര്യം തന്നെ നോക്കുക. ഈ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ വജൈനൽ ഡ്രൈനെസ് ഉണ്ടാകാം. അതുപോലെ തന്നെ ഹോർമോൺസിൻ്റെ ഷിഫ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് വജൈനൽ ഡ്രൈനെസ് ഉണ്ടാകും. ഓവുലേഷൻ കൃത്യമായിട്ട് നമുക്ക് നടന്ന് എഗ്ഗ് പുറത്തേക്ക് വന്നാൽ കൂടി തന്നെയും ഇത് അകത്തേക്ക് സ്വിം ചെയ്ത് പോകാനായിട്ടും ഉള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സെമന് പറ്റുന്ന അനുകൂലമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് അവിടെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് പറ്റുന്നില്ലെങ്കിൽ അവിടെ വെച്ച് നമ്മുടെ പ്രഗ്നൻസി നഷ്ടമായി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പീരിയഡ്സിൻ്റെ ബ്ലഡ് പോകുന്ന സമയത്തല്ലാതെ പിന്നീട് അങ്ങോട്ടേക്കുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് വജൈനയിൽ എന്തെങ്കിലും ഫൗൾ സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് നോക്കുക. നമുക്ക് അവിടെ പോയി മണപ്പിച്ച് നോക്കാനായിട്ടൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ യൂറിനേറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് തല ഒന്ന് കുമ്പിട്ട് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ആണെങ്കിലും നിങ്ങളത് ഊരിയെടുക്കുന്ന സമയത്താണെങ്കിലും ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക. അതായത് ഒരു നാച്ചുറലി നമുക്ക് ആ ഒരു വജൈനൽ പോർഷനിൽ ഒരു ഓർഡർ ഉണ്ടാകും, ചെറിയൊരു നേരത്തൊരു മണം നമുക്കുണ്ടാകും. അതൊരിക്കലും അസഹനീയമായിട്ടുള്ള തരത്തിലുള്ളതായിരിക്കില്ല. നമ്മുടെ യൂറിൻ പോകുന്ന സമയത്ത് വജൈനൽ ഡിസ്ചാർജ് ഒക്കെ ഇങ്ങനെ ഡ്രോപ്പായിട്ട് കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ആ ഒരു ഫൗൾ സ്മെല്ല് ഉണ്ടാകാം.
പക്ഷെ നമ്മളിപ്പോൾ അതൊന്നും അല്ലാതെ അവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് സംശയം തീർക്കാൻ വേണ്ടിയിട്ടൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക. ഫൗൾ സ്മെല്ല് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അൺയൂഷ്വൽ ആയിട്ട് ഇങ്ങനെ ഡിസ്ചാർജ് പോലെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉണ്ടാകുന്നത് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. വജൈനയുടെ ആ ഒരു ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സെമൻ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റില്ല. പ്രവേശിച്ചു കഴിഞ്ഞാലും ഇത് അകത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നശിച്ചു പോകുന്ന സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും ഫൗൾ സ്മെല്ലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഡോക്ടറെ കാണണം. ഇതുപോലുള്ള സ്മെല്ലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വജൈനൽ ഡിസ്ചാർജ് ആണ്. നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജ് വൈറ്റ് ആയിട്ടുള്ള കളറായിരിക്കും, അല്ലെങ്കിൽ ഒരു അനത്ത് പാൽപ്പാടയുടെ പോലുള്ള ഒരു കളറിലായിരിക്കും നിങ്ങൾക്ക് വജൈനൽ ഡിസ്ചാർജ് പോകുന്നത്. നോർമലി ഹെൽത്തി ആയിട്ടുള്ള ഒരു വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ചിലപ്പോൾ തിക്കായിരിക്കും, ചിലപ്പോൾ സ്റ്റിക്കി ആയിരിക്കും, ചിലപ്പോൾ എഗ് വൈറ്റ് ടെക്സ്ചറിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് പോകുന്നത്. ഈ 3 ടൈപ്പാണ് നോർമലി നമുക്ക് പോകുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു വജൈനൽ ഡിസ്ചാർജ്. ഇതിൻ്റെ കളറിനൊരു വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നു കഴിഞ്ഞാൽ, അതായത് ബ്രൗണിഷ് ആയിട്ടുള്ള ഡിസ്ചാർജ് അല്ല, നേരെ മറിച്ച് ഭയങ്കര യെല്ലോ കളർ, അതായത് നമുക്ക് നോക്കുമ്പോൾ ഇത് യെല്ലോ ആണ് എന്ന് തിരിച്ചറിയുന്ന രീതിക്കുള്ള ഡിസ്ചാർജ് നിങ്ങൾക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രീൻ കളറിലെ ഡിസ്ചാർജ്, ഗ്രേ കളറിലെ ഡിസ്ചാർജ് ഒക്കെ നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഇൻഫെക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഡിസ്ചാർജൊക്കെ ഭയങ്കര തിക്കായിരിക്കും, അതായത് നമ്മൾ ഈ കോട്ടേജ് ചീസിൻ്റെ ഒക്കെ പോലുള്ള ഡിസ്ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതുപോലുള്ള ഡിസ്ചാർജ് നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വജൈനൽ പോർഷനിൽ റെഡ്നെസ്സോ ഇച്ചിങ്ങോ ഇറിറ്റേഷനോ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുക. പീരിയഡ്സിൻ്റെ ബ്ലഡ് പോകുന്ന സമയത്ത് അവിടെ നനവ് ഉണ്ടാവുമ്പോഴേക്കും, അതായത് ആ അണ്ടർ ഗാർമെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ പാഡോ ഒക്കെ ആയിട്ടൊന്ന് കൂടി ചേർന്നൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ചെറുതായിട്ടൊക്കെ റാഷസ് ഉണ്ടാകാം. ഇത് ആ ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞാൽ സ്റ്റോപ്പായി പോകേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇറിറ്റേഷനോ റെഡ്നെസ്സോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് വജൈന നോക്കി തന്നെ മനസ്സിലാക്കുക. ഏകദേശം നിങ്ങളിപ്പോൾ ഒരു മെൻസ്ട്രൽ സൈക്കിളൊക്കെ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മിറർ ഓപ്പോസിറ്റ് വെച്ചിട്ട് നിങ്ങളുടെ വജൈന ഒന്ന് എക്സാമിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അറിയാനായിട്ട് പറ്റും. പലപ്പോഴും പലരും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വജൈനൽ ഭാഗത്ത് തന്നെയായിട്ട് ചെറുതായിട്ട് മുഴ വരുന്ന ആളുകളുണ്ട്, കുഞ്ഞ് സിസ്റ്റ് പോലെയൊക്കെ രൂപപ്പെട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വിട്ടുപോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അവിടെ ഇറിറ്റേഷൻ ഉണ്ടോ, റെഡ്നെസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ വൈറ്റ് പാച്ചസ് പോലെയൊക്കെ ഡോക്ടേഴ്സൊക്കെ പറയും പൂപ്പൽ വരുന്ന, അങ്ങനെയുള്ള നമ്മൾ നാവിൽ പൂപ്പൽ വരില്ലേ, അതുപോലെ എന്തെങ്കിലുമൊക്കെ പൂപ്പലൊക്കെ ആ ഭാഗത്തൊക്കെ വരുന്നുണ്ടോ എന്ന് കാണിച്ചിട്ട് നോക്കിയിട്ട് നിങ്ങൾ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത്രയും ഡീപ്പായിട്ട് ടോപ്പിക്സ് കവർ ചെയ്യുന്നത് അത്രയും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചൊറിച്ചിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത്, ആ ഒരു വാൾവ പോർഷൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചൊറിച്ചിൽ അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഡോക്ടറുടെ അടുത്ത് തന്നെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സെമനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അബ്നോർമലായിട്ട് നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുക. സാധാരണ നമുക്ക് ഉണ്ടാകുന്നത് പീരിയഡ്സിൻ്റെ സമയത്തുള്ള ബ്ലീഡിങ്, അതുപോലെ ഓവുലേഷൻ സമയത്ത് ചെറിയൊരു സ്പോട്ടിങ് പലർക്കും ഉണ്ടാകും, പിന്നെ പ്രിമെൻസ്ട്രൽ സ്പോട്ടിംഗ് ആണ് ഉണ്ടാകുന്നത്. അതല്ലാതെ നമുക്ക് ഏത് ദിവസം ബ്ലീഡിങ് വരുന്നു എന്ന് പറയാൻ പറ്റാത്ത രീതിക്ക് നമുക്കിങ്ങനെ അബ്നോർമലായിട്ട് ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരത്തിൻ്റെ ഒരു സിറ്റുവേഷൻ അല്ല. സെർവിക്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ പൊളിപ്പ് പോലുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിലോ, ഓവറിയിലോ യൂട്രസിലോ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ വജൈനയിൽ നിന്ന് നമുക്ക് ഇതുപോലെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാനായിട്ട്, അത് അബ്നോർമലായിട്ട് അൺയൂഷ്വൽ ആയിട്ടൊക്കെ ബ്ലീഡിംഗ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലുള്ളൊരു ഫ്ലോയിലൊക്കെ നിങ്ങൾക്ക് ബ്ലീഡിംഗ് പോകുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പെൽവിക്കിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഡിസ്കംഫേർട്ട് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. പെൽവിക്കിൻ്റെ ഭാഗത്ത് തുടർച്ചയായിട്ട് നമുക്ക് 2 ഇടുപ്പിൻ്റെ ഭാഗത്തുമൊക്കെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വേദന വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡിസ്കംഫേർട്ട് നമുക്ക് ഉണ്ടാകുന്നത് ഒന്നില്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓവറിയിൽ സിസ്റ്റ് ഉണ്ടാകുന്നത് കൊണ്ടോ, എൻഡോമെട്രിയോസിസോ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഇടുപ്പിൻ്റെ ഭാഗത്ത് തുടർച്ചയായിട്ട് ഇങ്ങനെ വേദന അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. യൂറിനറി ഇൻഫെക്ഷനൊക്കെ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നാച്ചുറലായിട്ട് പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് യൂറിനറി ഇൻഫെക്ഷൻ. പക്ഷേ റെക്കറൻ്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് നമുക്ക് ഇൻഫെക്ഷൻ മുകളിലോട്ട് കയറുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. നമ്മുടെ ആ ഒരു മുകളിലുള്ള ശരീരാവയവങ്ങളിലോട്ട്, നമ്മുടെ കിഡ്നിയിലോട്ടൊക്കെ ഇൻഫെക്ഷനൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ഫെർട്ടിലിറ്റിയും അഫക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും മാറ്റങ്ങളും ഒക്കെ നിങ്ങളുടെ വജൈനയിൽ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ വജൈന ഒന്ന് എക്സാമിൻ ചെയ്ത് നമ്മൾ തന്നെ ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതാണ്. ചിലരൊക്കെ ഉള്ളിലോട്ട് ഫിംഗർ ഇൻസേർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് സെർവിക്സ് ഓവുലേഷനൊക്കെ ആയിട്ടുണ്ടെന്നൊക്കെ എക്സാമിൻ ചെയ്യാറുണ്ട്. വജൈനയുടെ അകത്തേക്ക് ഫിംഗർ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല.
അത് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. നമ്മുടെ നഖമൊക്കെ കൊണ്ടിട്ട് അവിടെ പൊട്ടാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട്. അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യക്ഷമായിട്ട് മാറ്റങ്ങളൊക്കെ വജൈനൽ വരുന്നുണ്ടോ എന്ന് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇനി നമുക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഒരു പരിധിവരെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഒരിക്കലും നിങ്ങൾക്ക് വജൈനൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് നമ്മുടെ ആ ഒരു ക്ലീനിങ് ഹാബിറ്റ് മോശമായതുകൊണ്ടല്ല, മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ചിലർക്ക് ഓവുലേഷൻ സമയത്ത് കൂടുതലായിട്ട് ഡിസ്ചാർജ് പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ നനവ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് വൈപ്പ് ചെയ്ത് വെള്ളം കളയാൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നോ സോപ്പ് വാഷോ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. വജൈനയിൽ ഓൾറെഡി ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് നമ്മൾ ഒരുപാട് മണമുള്ള സോപ്പൊക്കെ ഇട്ട് നമ്മളവിടെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ചെറുതായിട്ടുള്ളൊരു മൈൽഡ് ആയിട്ടുള്ളൊരു മണം അതിനുണ്ടാകും. അത് നാച്ചുറലാണ്. അതിൽ നിങ്ങൾ അസ്വസ്ഥമാകേണ്ട ആവശ്യവും ഇല്ല കേട്ടോ. എപ്പോഴും നിങ്ങൾ ഒരു മാസത്തിൽ പീരിയഡ്സ് കഴിയുന്ന സമയത്താണെങ്കിലും ചെറിയൊരു വാം വാട്ടർ ഉപയോഗിച്ചിട്ട് വജൈന ക്ലീൻ ചെയ്യാനായിട്ടൊന്ന് നോക്കുക. അവിടെ ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടുന്നതിന് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇച്ചിങ് ഒക്കെ സാനിറ്ററി പാഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇച്ചിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അനത്ത ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ക്ലീൻ ചെയ്യരുത്. ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ മോഷൻ പോകുന്ന ആ ഒരു ഭാഗത്തൊക്കെ ചിലപ്പോൾ ബാക്ടീരിയാസ് ഉണ്ടാകാനായിട്ട്, നല്ലോണം ബാക്ടീരിയസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ക്ലീൻ ചെയ്യരുത്. ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്തും കോട്ടൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. അതും ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അത് എയർ പാസേജിന് ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇച്ചിങ്ങോ ഫംഗൽ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ലെഗിങ്സോ ജീൻസോ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനെ അഫക്റ്റ് ചെയ്യാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ഒപ്പം നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം നമുക്ക് 2 ലിറ്ററോ 3 ലിറ്ററോ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുമെങ്കിൽ അത് കുടിക്കുന്നത് നമ്മുടെ ബോഡിയുടെ എല്ലാ ഹെൽത്ത് ഇഷ്യൂസും ക്യൂർ ചെയ്യുന്നതിന്, ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് വജൈന ഡിസ്ചാർജ് ഒന്നും ഇല്ല, കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ലൂബ്രിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ലൂബ്രിക്കൻ്റ് വെറുതെ യൂസ് ചെയ്യാതിരിക്കുക. നമ്മളിപ്പോൾ എന്തെങ്കിലും കാണുന്ന ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈനിൽ നിന്നാണെങ്കിലും യൂസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. ഓവുലേഷൻ സമയത്ത് നമുക്ക് ഡിസ്ചാർജ് ഇല്ലെങ്കിൽ ധാരാളം വെള്ളം കുടിക്കാവുന്നതാണ്. വാട്ടറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ക്ലോസ് വാട്ടർ, അതായത് ഗ്രാമ്പു വെള്ളമൊക്കെ കുടിക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് വജൈന ഡിസ്ചാർജ് ഉണ്ടാകുന്നില്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് കോൺസീവൽ മെഡിസിൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് യൂസ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലൂബ്രിക്കൻസ് ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെ സ്പേം ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഓൾ ഗ്രെയിൻസ് ഒക്കെ നന്നായിട്ട് കഴിക്കുന്നത് വജൈനയുടെ ഒരു pH ബാലൻസ് ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒപ്പം മെൻസ്ട്രൽ ഹൈജീനും നിങ്ങൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. മെൻസ്ട്രൽ കപ്പ് ആണെങ്കിലും ഇൻസേർട്ട് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ളൊരു 4 hours ഒക്കെ കഴിയുമ്പോഴേക്കും നിങ്ങളത് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക. ടാപ്പ് വാട്ടർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് നോക്കുക. സാനിറ്ററി പാഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം അത് പാഡ് ഫുൾ ആവുന്ന സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾ പാഡ് മാറ്റിക്കൊണ്ടിരിക്കുക. ക്ലോത്ത് ആണെങ്കിൽ വെക്കുന്നതെങ്കിൽ നിങ്ങൾ ക്ലോത്ത് നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴേക്കും, മെൻസ്ട്രേഷൻ ഒന്ന് കഴിയുമ്പോഴേക്കും പിന്നെയും നന്നായിട്ട് ക്ലോത്ത് ക്ലീൻ ചെയ്തിട്ട് മടക്കി എടുത്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒപ്പം തന്നെ നിങ്ങൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കുക. മലാസന എക്സസൈസ്, ബട്ടർഫ്ലൈ എക്സസൈസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നത് പെൽവിക്കിൻ്റെ ഭാഗത്തോട്ടൊക്കെ നന്നായിട്ട് രക്തയോട്ടം ഉണ്ടാകുന്നതിനും ഫർദർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നത്, അതായത് ബ്ലഡ് ഫ്ലോയിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും കേട്ടോ. ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് ഇത് അകത്തേക്ക് പ്രവേശിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി നഷ്ടമായി പോകും എന്നുള്ളത് കൊണ്ടാണ്. ഈ നമ്മുടെ വജൈനയുടെ pH ബാലൻസ് സ്പേമിൻ്റെ pH ബാലൻസുമായിട്ട് മാച്ച് ആയി പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി കിട്ടുള്ളൂ. ഇതിൻ്റെങ്കിലും ഒരു ലെവലിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വജൈന തന്നെ സെമനെ നശിപ്പിച്ച് കളയും. അപ്പോൾ അകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി കിട്ടുള്ളൂ. ഹസ്ബൻഡിൻ്റെ എത്ര ക്വാളിറ്റി ഉള്ളതാണെങ്കിലും, നിങ്ങളുടെ എത്ര ക്വാളിറ്റി ഉള്ള എഗ് ആണെങ്കിലും, നിങ്ങൾക്ക് എൻഡോമെട്രി ഉണ്ടെങ്കിലും ഒക്കെ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാലും അകത്തേക്ക് പ്രവേശിക്കാതിരുന്ന നമുക്ക് പ്രഗ്നൻസി കിട്ടില്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.